നമസ്കാരം. ന്യൂസ് 5ലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ആലപ്പുഴ മണ്ഡലത്തിൽ തന്നെ തോൽപ്പിക്കാൻ ആസൂത്രിത നീക്കമെന്ന് ശോഭാ സുരേന്ദ്രൻ. ചാനൽ വാർത്ത പിൻവലിച്ചില്ലെങ്കിൽ ചില രഹസ്യങ്ങൾ പുറത്തുവിടുമെന്ന് ശോഭ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയം അവസാനിച്ചു. ഹൈറിച്ച് തട്ടിപ്പ് കേസ് CBIക്ക് സർക്കാർ ഉത്തരവിറക്കി. കേസിന്റെ വിശദാംശങ്ങൾ CBIക്ക് കൈമാറി. നടന്നത് 1630 കോടി രൂപയുടെ തട്ടിപ്പ്. പാനൂർ സ്ഫോടനത്തിൽ വിശദീകരണവുമായി CPIM. മരിച്ചവരുടെ വീട് സന്ദർശിച്ചത് നാട്ടുനടപ്പെന്ന് മുഖ്യമന്ത്രി. പിടിയിലായത് സന്നദ്ധ പ്രവർത്തനം നടത്താൻ പോയവരെന്ന് MV ഗോവിന്ദൻ. ഉത്തരവാദിത്വത്തിൽ നിന്നൊഴിയാൻ CPM-നാകില്ലെന്ന് VD സതീശൻ. തൃശൂരിൽ CPM-ന് അധിക സ്വത്തുക്കൾ ഉള്ളതായി ED. കണ്ടെത്തിയ വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിച്ചു. പാർട്ടിക്ക് രഹസ്യ അക്കൗണ്ടില്ലെന്ന് MM വർഗീസ്. PK ബിജുവും MM വർഗീസും ഹാജരായി. കേരള സ്റ്റോറി പ്രദർശിപ്പിച്ചതിൽ വിശദീകരണവുമായി ഇടുക്കി രൂപത. സിനിമ പ്രണയ ചതിക്കുഴിയെക്കുറിച്ച് ബോധവൽക്കരിക്കുന്നത്. കേരള സ്റ്റോറി കള്ളക്കഥയെന്ന് പ്രതിപക്ഷ നേതാവ്. ചിത്രത്തിൽ കേരള കമ്മ്യൂണിസ്റ്റ് മുസ്ലിം വിരുദ്ധത മാത്രമെന്ന് MV ഗോവിന്ദൻ. സംസ്ഥാനം കടുത്ത ചൂടിലേക്ക്. 12 ജില്ലകളിൽ യെല്ലോ അലർട്ട്. പാലക്കാട് താപനില 41 ഡിഗ്രി സെൽഷ്യസ്. വെള്ളിയാഴ്ച വരെ ഉയർന്ന താപനില തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. വിശദാംശങ്ങളിലേക്ക് പോകാം. ഹൈറിച്ച് സാമ്പത്തിക തട്ടിപ്പ് കേസ് CBIക്ക് വിട്ട് സംസ്ഥാന സർക്കാർ. DGPയുടെ നിർദ്ദേശപ്രകാരമാണ് CBI അന്വേഷണം ശുപാർശ ചെയ്ത് സർക്കാർ ഉത്തരവിറക്കിയത്.